നോക്കിയും കണ്ടൊക്കെ ചെയ്യടാ. 2 കൊല്ലം കൊണ്ട് എന്റെ കൂടെ നിൽക്കുന്നില്ലേ. പുതിയ പയ്യനാണെങ്കിൽ പോട്ടെ നോക്കാം. പട്ടി പണിയെടുക്കാൻ വേണം, വായിക്കുന്നെല്ലാം കേൾക്കാൻ വേണം. ഈ മാസം അല്ലേ ഉള്ളൂ, നീ കേൾക്കണ്ടല്ലേ. നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? ജോലി ചെയ്തോണ്ടിരുന്നേടാ, ഫോൺ താഴെ വീണ് പൊട്ടി. ഇതിന്റെ ഡിസ്പ്ലേ മാറണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. നീ അതോട് പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അങ്ങോട്ടേക്ക് കസ്റ്റമേഴ്സ് ഒന്നും അറിയത്തില്ല. നിന്റെ ശമ്പളം ഇട്ടുണ്ടേ? ഒരാളി വിഷ്ണുവിന്റെ ശമ്പളം കൊടുത്തായിരുന്നു. രണ്ടുപേരും പറ്റുമെങ്കിലേ വൈകിട്ട് വീട്ടിലോട്ടൊന്ന് പോവാം. നമുക്ക് ഈ ശമ്പളത്തിന് ഡിസ്കസ് ചെയ്യാം. വിഷ്ണുവിനെ ഇനി നോക്കണ്ട കേട്ടാ, അവൻ നിർത്തി. അതെന്താടാ? നിർത്തിയതിന്റെ കാരണം ഇവിടെ ശമ്പളം ഇല്ല, ശമ്പളം കൂട്ടുന്നില്ലെന്നൊക്കെയാ പറഞ്ഞു. എനിക്ക് ഈ ഫോൺ തരാൻ വേണ്ടി വിളിച്ച് എന്റെ ഒരു കൂട്ടുകാരൻ്റെ ഇടാ. നിന്റെ ഫോൺ പൊട്ടിയില്ലേ, നീ തൽക്കാലം ഇത് യൂസ് ചെയ്യും. എങ്ങനെയുണ്ടാ പുതിയ എടുത്ത് ജോലി? അവിടെ നിന്ന് കട്ടിപ്പണിയൊന്നുമില്ല, 2000 രൂപ കൂടുതലും. നീ അവിടെ നിന്ന് ഇറങ്ങാനാണോ നോക്ക്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി കിട്ടത്തുമില്ല, നിനക്കൊന്നും സേവ് ചെയ്യാനും പറ്റത്തില്ല. നീ മുതലാളിയെ തെറ്റിദ്ധരിച്ചേക്കുവാ. എടാ, ശമ്പളത്തിന്റെ കാര്യവും വേറെ അത്യാവശ്യ കാര്യം പറയാനാണ് രണ്ടെണ്ണത്തിനോട് വൈകിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്. പിന്നെ അവന്റെ ഓർഡർ ഞാനാ. അവൻ എന്തെങ്കിലും പറയണമെങ്കിൽ അവൻ എന്നോടാ പറയണ്ടേ. എന്തായാലും നീ അവന്റെ അടുത്ത് പറ, ബാങ്കിടെ പൈസ ഞാൻ എടുത്ത് വെച്ചേക്കാം, വന്ന് മേടിച്ചോളെ. എടാ, നമുക്ക് തരാൻ വേണ്ടി ശമ്പളം കൂടാതെ കുറച്ച് പൈസ മുതലാളി സേവ് ചെയ്ത് ബാങ്കിൽ ഇടുന്നുണ്ടായിരുന്നു.